റയൽ മാഡ്രിഡ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ റീസെൻ്റ്ലി നടന്നിട്ടുള്ള മത്സരത്തിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വിജയമൊക്കെ കൈവരിച്ചിങ്ങാണ്ട് വരവ് അറിയിച്ചിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിക്ക്. ആ ഒരു മത്സരത്തിന് ശേഷം റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗ്ഹാം അദ്ദേഹം ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചിങ്ങാണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചർച്ചകളെ കുറിച്ചിങ്ങാണ്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ റയൽ മാഡ്രിഡിൽ ഇപ്പോൾ സൂപ്പർ താരങ്ങൾ ഒരുപാടാണ്. പ്രത്യേകിച്ച് ഫ്രണ്ട് നിരനെ എടുത്ത് നോക്കുകയാണെങ്കിൽ കിലിയൻ എംബാപ്പെ, ജൂഡ് ബെല്ലിംഗ്ഹാം, റോഡ്രിഗോ, അതുപോലെ വിനീഷ്യസ് പോലുള്ള ഒരുപാട് താരങ്ങൾ ആൾറെഡി റയൽ മാഡ്രിഡിൻ്റെ ഫ്രണ്ട് നിരയിൽ ലൈനപ്പിൽ ഉണ്ടാവലുണ്ട്. ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങി എന്നുള്ള രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ചകൾ അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റുകളൊക്കെ കാണാൻ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ തമ്മിലുള്ള അതേമാതിരി റോഡ്രിഗോ പോസ്റ്റ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ബെല്ലിംഗ്ഹാം ഇല്ല, ബെല്ലിംഗ്ഹാം പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ റോഡ്രിഗോ ഇല്ല. അങ്ങനെ പല സിറ്റുവേഷനിലും അതുപോലെ പാസ് കൊടുക്കേണ്ട സമയത്ത് ചിലത് എംബാപ്പയ്ക്ക് വിനീഷ്യസ് പാസ് കൊടുക്കണില്ല. അങ്ങനത്തെ ചെറിയ ചർച്ചകളൊക്കെ ആൾറെഡി എംബാപ്പെ വന്നത് മുതലേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എംബാപ്പെ വന്നത് മുതലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി ചർച്ച കൂടിയത്. അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ട് ബെല്ലിംഗ്ഹാം ഇപ്പോൾ മറുപടി കൊടുത്തുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനും എംബാപ്പയും അതുപോലെ വിനീഷ്യസും റോഡ്രിഗോയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ കടന്നുങ്ങാണ്ട് പരത്തുന്നുണ്ട്. അത് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ കളത്തിനകത്താണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും നിലവിലൊരു പ്രശ്നങ്ങളുമില്ല. ആളുകൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ പടച്ചു വിടുന്ന ഓരോ വാർത്തകളാണ് അത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊക്കെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ടീമിൽ തന്നെ ഒരുപാട് സൂപ്പർ താരങ്ങൾ വരുമ്പോൾ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും എന്നുള്ളൊരു കാര്യം. കാരണം നമ്മളത് കണ്ടതാണ് PSG-യിൽ, അതുപോലെ പല ചില ടീമുകളിലൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനുകളൊക്കെ കണ്ടതാണ്. PSG-യിൽ എംബാപ്പെ, നെയ്മർ, മെസ്സി പോലുള്ള താരങ്ങളൊക്കെ ഒരുമിച്ചുണ്ടായപ്പോൾ ഇനിയിപ്പോൾ മെസ്സി വരുന്ന മുമ്പാണ് കാര്യമായിട്ട് അതിലുണ്ടായിരുന്നത്. എംബാപ്പെ, നെയ്മർ, കവാനി ഈ ഒരു സമയത്ത് പെനാൽറ്റി അടക്കുന്ന സമയത്തുള്ള ഇഷ്യൂകൾ, കവാനി നെയ്മറും തമ്മിലുള്ള ഇഷ്യൂ, അങ്ങനെ പല സാഹചര്യങ്ങളും ഇതിന് നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഈ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡിനെ ചർച്ചയാക്കാനുള്ളൊരു കാരണങ്ങളാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അതിന് മറുപടി ആയിട്ട് ബെല്ലിംഗ്ഹാം തന്നെ ഇപ്പോൾ അദ്ദേഹം പരിക്ക് കഴിഞ്ഞാണ്ട് ടീമിലേക്ക് തിരിച്ചെത്തിക്കാണ്. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളില്ല, ആളുകൾ വെറുതെ ചർച്ചയാക്കുന്നതാണ് ഇതുപോലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് എന്നുള്ളതാണ്.